സുഹൃത്തുക്കളെ, നമ്മളിന്ന് പരിചയപ്പെടുന്ന ടൂറിസ്റ്റ് പ്ലേസ് കർണാടകയിലാണ്. കർണാടകയിലെ പിലിക്കുള ബയോളജിക്കൽ പാർക്ക് ഏകദേശം 400 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഗുരുപുര റിവറിൻ്റെ തീരപ്രദേശത്തായിട്ട് കാണപ്പെടുന്ന ഒരു വലിയ ബയോളജിക്കൽ പാർക്കാണ്. അതിനകത്ത് സൂവും ബൊട്ടാണിക്കൽ ഗാർഡൻ, അതേപോലെ തന്നെ പ്ലാനറ്റോറിയം, സയൻസ് മ്യൂസിയം ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രദേശം, വലിയൊരു ടൂറിസം പ്ലേസാണ് നമ്മുടെ പിലിക്കുള ബയോളജിക്കൽ പാർക്ക്. വളരെ മനോഹരമാണ്. ഞങ്ങളതിനകത്ത് യാത്ര ചെയ്യാൻ പോവുകയാണ്. കൂടെ സുഹൃത്ത് സിബിൻ സാറാണ്. അതുകൊണ്ടേ അതിനകത്തുള്ള അതിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കുറച്ച് ഭാഗം. നമ്മൾ ആദ്യം പോകുന്നത് സയൻസ് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ സയൻസ് മ്യൂസിയത്തിലേക്കുള്ള വഴിയാണ്. വളരെ മനോഹരമായിട്ട് ഗാർഡനൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സയൻസ് മ്യൂസിയം. നമ്മൾ ആ സയൻസ് മ്യൂസിയത്തിലേക്ക് എഴുതാണ്ട് ഇതാണ് സയൻസ് മ്യൂസിയം. ഇത് പെൻഡുലം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിതിനകത്ത്. എത്ര തരം ഫിസിക്സ് സംബന്ധമായിട്ടുള്ള ഉപകരണങ്ങൾ, ലേസി കോയിൻസ്, എല്ലാത്തിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല, എങ്കിലും ഇത് ലേസി കോയിൻസ് എന്നാണ്. വളരെ പതുക്കെ മാത്രമേ ഇത് നമ്മൾ ഇട്ട് പതുക്കെ മാത്രമേ താഴേക്ക് വരികയുള്ളൂ. ഇത് ഗ്രാവിറ്റേഷണൽ റിങ്ങോ അങ്ങനെ എന്തൊക്കെയാണ് ഇതിനകത്ത്. ഫിസിക്സ് ഈ അധ്യാപകൻ്റെ ഉള്ള സിബിൻ സാറ് ഫിസിക്സ് അധ്യാപകനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം അദ്ദേഹമാണ് ഇതെല്ലാം വിശദീകരിച്ച് തരികയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സാണ്. ഇത് മുകളിലോട്ടാണ് ഈ ഒരു ഹാങ് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ട് ഇതിലുണ്ടാകും പോയിക്കോളും. അത് എന്താണെന്ന് എൻ്റെ പിന്നിലെ ഫിസിക്സ് തത്വം തോന്നുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെ ഒരുപാട് നമുക്ക് ജീവിതത്തിലൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചുള്ള പല ഉപകരണങ്ങളും നമുക്കിന്നത്തെ കാണാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും പേരുകളൊക്കെ എനിക്കറിയില്ല. നമുക്ക് എല്ലാത്തിൻ്റെയും എടുത്ത് കൂടുതൽ നേരം നിൽക്കാനുള്ള സമയമല്ല, കുറച്ച് സമയം മാത്രമേ നമുക്ക് അലൗഡുള്ളൂ. അതുകൊണ്ട് ഉള്ള സമയത്ത് മാക്സിമം കാര്യങ്ങൾ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഉപകരണങ്ങൾ. ഫിസിക്സ് സംബന്ധമായിട്ടുള്ള പഠനങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നമുക്ക് ഇത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഒരുപാട് രസകരമായ സംഭവങ്ങളാണ്. നമ്മുടെ ഇതിൻ്റെ ഒരു എക്സിബിഷന് പോയ ഫീലിംഗ് ആണ് എനിക്ക് ഇതിനകത്ത് കയറിപ്പം തോന്നിയത്. എക്സിബിഷൻ ഹാൾ ഇതിവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന രീതിയാണ് എന്നെ അമ്പരപ്പിച്ചളഞ്ഞത്. വളരെ മനോഹരമായിട്ട് എത്ര വൃത്തിയോടും അതാണ് അതിനകത്തുള്ളതുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും രസമായത്. ഇത് സപ്തസ്വരങ്ങൾ. ഇത് ആരോഹണത്തിനും അവരോഹണത്തിനും സ്വീകരിക്കുന്നു. കാണാം. എനിക്ക് അവസാനം ഭ്രാന്തി കയറിയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പം നമുക്കതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഫിസിക്സാണ് കൂടുതലും. അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സുകളാണ് ഇവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഗൈഡ് വന്ന് നമുക്കത് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്കിപ്പം തൽക്കാലം അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പിന്നെ സിബിൻ സാറ് ഫിസിക്സ് ആയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു. എല്ലാം അവിടെ കണ്ട് നേരെ നിൽക്കാനുള്ള ടൈമില്ല. അടുത്ത 1 മണിക്ക് 11:30 നമുക്ക് പ്ലാനറ്റോറിയത്തിലേക്ക് പോകണം. അതുകൊണ്ട് ഈ സാധനങ്ങളെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ, ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള സമയം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്കവിടെ കയറുമ്പം കാണാൻ പറ്റും. ഇത് ഇൻഫിനിറ്റ് വാൾ. ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു അവസാനമല്ല. ഈ കിണറിൻ്റെ പ്രത്യേകത ഒരു അവസാനമില്ല. ഇതിന് നോക്കിക്കഴിഞ്ഞാൽ അഗാധമായി തോന്നും. അതിൻ്റെ എൻഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സുകൾ ഇതിനകത്തുണ്ട്. അത് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ പ്ലാനറ്റോറിയത്തിലേക്ക് പോകുന്നു. പ്ലാനറ്റോറിയത്തിനകത്ത് നമുക്കൊരു 3D സിനിമ നമുക്ക് അവർ തരുന്നുണ്ട്. ഞങ്ങൾ 450 രൂപ പാക്കേജിലാണ് ഒരാൾക്ക്. നമുക്ക് ഫുള്ള് കാണാം. സൂ വളരെ മനോഹരമാണ്. സൂ എന്ന് പറഞ്ഞാൽ 150 ഏക്കറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഷൂട്ടിംഗ് ആയതുകൊണ്ട് സിബിൻ സാറാണ് ഇതിൻ്റെ ഫുൾ കൺട്രോൾ. അപ്പോൾ ഞങ്ങൾ ഇത്രയും നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി ഒരു കഫ്റ്റേറിയയിൽ കയറി. അവിടുന്ന് ടിക്കറ്റുമായിട്ട് ഞങ്ങൾ ഒരു വലിയ ടിക്കറ്റാണ്. ഇതിനകത്ത് എല്ലാത്തും ഇത് കാണിച്ചാൽ മതി, ടിക്കറ്റ് കാണിച്ചാൽ മതി. ഇപ്പം ഞങ്ങൾ ഒരു 3D ഷോ കാണാൻ വേണ്ടി ഇതിനകത്തേക്ക് കയറുകയാണ്. 3D കണ്ണാടിയൊക്കെ നമുക്കുണ്ട്. അതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് അതിനകത്ത് കയറാൻ സാധിക്കും. 3D അനുഭവങ്ങൾ നമുക്ക് ഷൂട്ടിംഗ് അനുവദനീയമല്ലാത്തത് കൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല.